യേശു തമ്പുരാന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി അപ്പോസ്തലനായ പൗലോസ് എഫീസ്യൻസ് സഭയ്ക്കെഴുതിയ ലേഖനം എഫീസ്യൻസ് 1:5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എഫീസ്യൻസ് 1:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് ശിവപാസ്റ്റർ വായിച്ചാണ്. യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന് നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ ഉപേക്ഷയ്ക്കായി അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ധാരാളമായി കാണിച്ച കൃപാവരപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. സ്തോത്രം. അവരിൽ താൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അവൻ അറിയിച്ചു. 18-19 വായിക്കണേ. 18-19 അതേ അദ്ദേഹത്തിന്റെ 18-19. അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ അവന്റെ ബലത്തിൽ ഫലഭൂതത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 1:5 മുതൽ 9 വരെ വായിച്ചപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞു റിഡംഷൻ, വീണ്ടെടുപ്പ്. ഈ വിഷയം ഈ അടുത്ത സമയത്ത് നമ്മൾ സന്ദേശം നൽകിയതാണ്. അതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഞാൻ ഉന്നയിച്ചു. പഴയ നിയമത്തിലും വീണ്ടെടുപ്പില്ലേ? പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പും പഴയ നിയമത്തിലെ വീണ്ടെടുപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹല്ലേലൂയ. പഴയ നിയമ വിശ്വാസികൾ, അതായത് യഹൂദന്മാർ, വിവിധ ഗോത്രങ്ങളിൽ നിന്ന്, വിവിധ വർഗങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവരുടെ അടിമകളായിരുന്നവർ, ആ അടിമത്വത്തിൽ നിന്നും അവർക്ക് മോചനമുണ്ടായി. ആ മോചനത്തിനു വേണ്ടി ചില വ്യക്തികൾ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾക്ക് മോചനം നൽകുവാൻ ദൈവം മോശയെ ഉപയോഗിച്ചു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി മോശയെ കാണുകയുണ്ടായി. ഹല്ലേലൂയ. ചില വ്യക്തിപരമായ വീണ്ടെടുപ്പുകളെ പറ്റിയും പഴയ നിയമത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വ്യക്തികളുടെ പേരും എങ്ങനെയാണ് ആ വീണ്ടെടുപ്പ് ഉണ്ടായതിനെ സംബന്ധിച്ച് അതിന്റെ സാഹചര്യങ്ങളൊന്നും ഞാനിപ്പോൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് മുൻപ് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. തന്റെ ഭർത്താവ് മരിച്ചുപോയി. തന്റെ എല്ലാം ആയ തന്റെ ജീവിത പങ്കാളി ഇല്ലാതായി. ഇനി തനിക്ക് തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് പോകണോ അതോ ഭർത്തൃഗൃഹത്തിൽ തന്റെ അമ്മായിമ്മയോട് നിൽക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ചില നിലപാട് സ്വീകരിച്ച വ്യക്തികൾക്കുണ്ടായ വീണ്ടെടുപ്പ്. അങ്ങനെ പല വീണ്ടെടുപ്പുകളെ കുറിച്ചുണ്ട്. ഈ വീണ്ടെടുപ്പുകളെല്ലാം ഭൗതിക മണ്ഡലത്തിലെ വീണ്ടെടുപ്പാണ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ്. ഒന്ന്, അസമാധാനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അസമാധാനത്തിന്റെ റൂട്ടായ രോഗം, ദുഃഖം, പ്രശ്നം അതൊന്നുമല്ല. പകരം സാമ്പത്തിക വിഷയങ്ങൾ, ഭൗതിക മണ്ഡലത്തിലെ വിഷയങ്ങൾ. അപ്പം ചോദ്യം വരും, ഈ ഭൗതിക മണ്ഡലത്തിലെ വിഷയം തന്നെയാണല്ലോ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ തന്നെ. അപ്പൊ മനസ്സിടിഞ്ഞുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, സ്വതന്ത്രമായി ജീവിക്കേണ്ട സമൂഹം മറ്റു രാജ്യങ്ങളുടെയും ഗോത്രങ്ങളുടെയും വർഗങ്ങളുടെയും അടിമകളായി മാറുകയും അവർക്കൊക്കെ വീണ്ടെടുപ്പുകാരന്മാരുണ്ടായി. പക്ഷെ പുതിയ നിയമം പറയുന്ന വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനെ പോലെ വീണ്ടെടുപ്പുകാരന്മാരല്ല. അതുപോലെ പല വീണ്ടെടുപ്പുകാരന്മാരോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീണ്ടെടുപ്പുകാരനല്ല പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരൻ. അവൻ സാക്ഷാൽ ദൈവമായവൻ, വചനമായവൻ, വചനം ജഡമെടുത്ത് ഭൂമിയിൽ നമുക്ക് തുല്യമായി നമ്മുടെ കൂടെ പാർത്ത്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് നമ്മുടെ പാപങ്ങളെ, രോഗങ്ങളെ, ശാപങ്ങളെ ക്രൂശിൽ വഹിച്ച ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരൻ. ആ വീണ്ടെടുപ്പുകാരന് തുലനം ചെയ്ത് പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരെയും പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയും കുറിച്ച് പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും അതൊരു ശരിയായ പഠനമല്ല. യേശുവിന് തുല്യം വെക്കാൻ വേറൊരു വ്യക്തിയില്ല, വേറൊരു ആളത്വമില്ല. കാരണം അവൻ സാക്ഷാൽ വചനമായ ദൈവമത്രേ. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരം ഉളവായി, സകലതും അവന് വേണ്ടി
രാമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വർണ്ണിക്കുന്ന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. അതിലേക്ക് ഇപ്പൊ കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഗലാത്യൻസ് 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് വേഗം വായിക്കാം. ഗലാത്യൻസ് 3-ന്റെ 13-14 വാക്യങ്ങൾ വായിച്ചാൽ, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? യഹൂദന്മാരുടെ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇവിടെ ഇടുന്നുണ്ടോ? യഹൂദന്മാരിൽ നിന്നും ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ യഹൂദന്മാർ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രവാചകന്മാരിലും അവരുടെ തത്വങ്ങളിലും കേന്ദ്രീകരിച്ച് ഹല്ലേലൂയ ക്രൈസ്തവനായിട്ടൊരു ജീവിതം ഉണ്ടാകാതെ വന്നപ്പോൾ അവർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങളെ ആരാണ് ശുദ്ധം ചെയ്ത് മയക്കിയിരിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് അത്രേ നിങ്ങളെ ശ്രദ്ധ തിരിയേണ്ടത്. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരന്മാർക്ക് ഈക്വലന്റ് അല്ല. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് ഭൗതിക മണ്ഡലത്തിലെ വീണ്ടെടുപ്പാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, വർഗത്തിൽ നിന്ന്, അല്ലെ സാമ്പത്തികമായ ചൂഷണങ്ങളിൽ നിന്നൊക്കെ, അല്ലെ അസമത്വത്തിൽ നിന്നൊക്കെയുള്ള വീണ്ടെടുപ്പാണ് എങ്കിൽ, പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പ് ശാപം, രോഗം, ബന്ധനം, പൈശാചിക വ്യാപാരങ്ങൾ, അല്ലെങ്കിൽ പൈശാചിക സാന്നിധ്യം വ്യാപരിക്കപ്പെടുന്ന അദർശ മണ്ഡലത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ 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 നീരാളിപ്പിടുത്തം, അതിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ് പുതിയ നിയമം പറയുന്ന വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. ഇപ്പൊ ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഒക്കെ നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ എന്റെ നാഥൻ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി മാറി. ഇതത്ര സുവിശേഷം. ഈ സുവിശേഷം അത് എവിടെ സുവിശേഷത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ വടികൊണ്ടും വാളുകൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും സംഘബലം കൊണ്ടും അതിനെ നേരിടുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് ക്രിസ്തു നിമിത്തം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 13 വായിച്ചു, 14 വായിച്ചാൽ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചിരിക്കുന്നു. അപ്പോ വീണ്ടെടുപ്പുണ്ടായ മണ്ഡലങ്ങൾ മനസ്സിലാക്കിക്കൂ. ഹല്ലേലൂയ. റോമൻസ് 3:24. റോമൻസ് 3:24 വായിച്ചാൽ, റോമൻസ് 3-ാം അധ്യായം 24-ാം വാക്യം. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുക. നീതീകരണം ഉണ്ടായി. പഴയ നിയമ വിശ്വാസ സമൂഹങ്ങളൊന്നും നീതീകരിക്കപ്പെട്ടില്ല. നീതീകരണത്തിന് വേണ്ടി യാഗങ്ങൾ നടന്നു. ഒരു യാഗവും അവരുടെ ജീവിതത്തിൽ നീതീകരണത്തിന് മുഖാന്തരമായി മാറിയില്ല. അതുകൊണ്ട് തന്നെ അവസാന യാഗമായി എന്റെ യേശു കർത്താവ് പരമയാഗമായി കാൽവരി കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തകർന്നു തരിപ്പണമായി അവൻ അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും നമ്മുടെ ജീവിക്കുന്നു. മനസ്സിലാക്കിയവർ കർത്താവിന്റെ ശക്തിയോടെ ശ്രദ്ധിച്ചാണ്. എബ്രായർ 9:12. എബ്രായർ 9-ാം അധ്യായം 12-ാം വാക്യം. എബ്രായർ 9:12 വേഗം വായിച്ചാൽ, ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാവിന്റെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി. വീണ്ടെടുപ്പ് കിട്ടിയവരാണോ ഈ ഇരിക്കുന്നത്? ഞാൻ പിശാചിന്റെ രാജ്യത്തിൽ നിന്നും എന്റെ ദൈവനെ പുറത്തു കൊണ്ടുവന്നു. ദുഷ്ടന്റെ ആധിപത്യങ്ങളിൽ നിന്നും എന്റെ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അടിച്ചിട്ട് തിരിച്ചടിക്കാതിരിക്കുന്ന ബലമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ചീത്ത പറഞ്ഞിട്ട് തിരിച്ചു പറയാതിരിക്കുന്നത് ബലമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഹല്ലേലൂയ. നിന്നെക്കാളുമൊക്കെ നല്ല കരുത്ത് ഇവിടെ ഇരിക്കുന്ന ചുണക്കുട്ടന്മാർക്കുണ്ട്. തിരിച്ചതേ നാണയത്തിൽ പ്രതികരിക്കാത്തത് മറ്റൊരു രാജ്യത്തിന്റെ വക്താക്കളായതുകൊണ്ടാണ്. ഹല്ലേലൂയ. സമാധാനം കൊണ്ട് സകലതിനെയും കീഴടക്കിയ ഒരു രാജാവ് ഞങ്ങൾക്കുണ്ട്. സമാധാന
സമാധാനത്തിന്റെ പ്രഭു ഞങ്ങളുടെ നാഥനാണ്. അതുകൊണ്ടല്ല, മസിലിന്റെ വിലക്കുറവുകൊണ്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ, ചില ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ. ഭൗതികമായ മേഖലയിൽ ഉണ്ടായ ഒരു വിടുതലല്ല, ആത്മീയവും ഭൗതികവുമായ ഒരു മേഖലയിൽ, രണ്ട് മേഖല, ദേഹം, ദേഹി, ആത്മാവിന്റെ മേൽ വ്യക്തിപരമായ ഒരു വിടുതൽ പുതിയ നിയമം തരുന്നു. ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഷ്ടാത്മ ശക്തികളിൽ നിന്ന് എന്റെ കർത്താവ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്നു. ആ ബോധ്യമുള്ളവർ കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, കർത്താവേ, ആ വീണ്ടെടുപ്പിന്റെ ശക്തി, ആ ശക്തിയിൽ മുന്നോട്ട് ചലിക്കുവാൻ ഞങ്ങൾക്കും ഇടയാകുന്നതിനെ ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്കൊരു നാഥനുണ്ടെന്ന്, ഞങ്ങൾ അനാഥരല്ലെന്ന് ഓരോരുത്തർക്കും പറയുവാൻ, തൻ്റെ ഇടത്തോടെ പറയുവാൻ കർത്താവ് ഇട നൽകുന്നതിനെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. വേർതിരിവുകളില്ലാതെ സകലരെയും സ്നേഹിച്ച എന്റെ യേശു, ഹല്ലേലൂയ. സകലരെയും ചേർത്ത് പിടിച്ച കർത്താവ്, ആ കർത്താവിന്റെ സ്നേഹം ഓരോരുത്തരുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ. ഇന്നാളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ദുഷ്ടാത്മ ശക്തികളുടെ മേൽ ജയമെടുക്കുവാൻ എന്റെ ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.